الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد الذي أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فالعاقبة للمتقين ولا عدوان إلا على الظالمين. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين. صدق الله مولانا العلي العظيم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സന്തോഷവും ആനന്ദവും നിറച്ചുകൊണ്ട് മറ്റൊരു പെരുന്നാൾ കൂടി, ഈദ് കൂടി നമുക്ക് ആഘോഷിക്കാൻ അള്ളാഹു അവസരം തന്നിരിക്കുകയാണ്. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകളും സന്തോഷങ്ങളും നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. തിരിച്ചു വരിക, മടങ്ങി വരിക എന്നാണ് ഈദിന്റെ അർത്ഥം. പടച്ചവന്റെ ഓർമ്മയും ദൈവസ്മരണയും ജീവിതത്തിലെ സമൃദ്ധിയും നിറഞ്ഞ പെരുന്നാള് പോലെ ജീവിതത്തിലെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ദിനങ്ങളെയും അള്ളാഹു നമുക്കോരോരുത്തർക്കും പെരുന്നാളുകളാക്കി മാറ്റിത്തരുമാറാവട്ടെ. പ്രതികൂലമായ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും, മുഴുവൻ സന്ദർഭങ്ങളെയും, വിദ്വേഷ പ്രചാരണങ്ങളെയും എങ്ങനെ അതിജീവിക്കാം, സർവൈവ് ചെയ്യാം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഈദുൽ അദ്ഹയും ബലിപെരുന്നാളും നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളെ, ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ കടന്നുവരുന്ന പ്രതിസന്ധികളെയും പുഞ്ചിരികളോടെ നേരിട്ട ഒരു മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന സുദിനമാണ് ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ. അദ്ദേഹം സർവ്വലോകത്തേക്കും, അദ്ദേഹം സർവകാലത്തേക്കുമുള്ള ആശയങ്ങൾ നിറഞ്ഞു നിന്ന ജീവിതമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ജീവിക്കുന്ന സത്യവിശ്വാസി പിൻപറ്റാൻ പാകത്തിലുള്ള മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഖുൽ സദഖല്ലാഹ്, അല്ലാഹു പറഞ്ഞതാണ് സത്യം. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, വക്രതയില്ലാത്ത ഋജുമാനസനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം
ഷിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നില്ല. ഷിർക്കിനോട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൊടിയ പാതകമാണ്, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അപരാധമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ആ ഷിർക്കിനോട് അങ്ങേയറ്റത്തെ കലിപ്പായിരുന്നു, അസഹനീയമായ മനസ്സായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാത്തു സൂക്ഷിച്ചത്. തൗഹീദ് കൊണ്ട് പ്രകാശിക്കുകയായിരുന്നു ആ ജീവിതം. ജീവിതത്തിന്റെ ഒരു നിമിഷത്തിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങളെല്ലാം ഏറെ വന്നപ്പോഴും പടച്ചവനല്ലാത്തവരിലേക്ക് കാര്യങ്ങളെ തിരിക്കാൻ മുതിർന്നിട്ടില്ല. മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും എന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹു തന്നെയാണ് എന്നുറച്ചു പ്രഖ്യാപിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഷിർക്കിന്റെ ഒരു വ്യക്തിയിലേക്കും, ഷിർക്കിന്റെ ഒരു കേന്ദ്രത്തിലേക്കും, ഷിർക്കിന്റെ കണക്ക് പറഞ്ഞു തരുന്ന, ജീവിതത്തിന്റെ ഭാവി പ്രവചിക്കുന്ന ഒരു മനുഷ്യനിലേക്കും തങ്ങളിലേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെന്നിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് എന്റെ റബ്ബ്, ആരാണ് എന്റെ പടച്ചവൻ, എന്റെ രക്ഷിതാവ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ തെളിമയോടുകൂടി പരിചയപ്പെടുത്തി. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ പടച്ചവൻ, എന്നെ പടച്ചവൻ, എന്റെ ജീവിതത്തിന് എന്റെ വിജയത്തിന്റെ വഴി കാണിച്ചു തരുന്നവൻ.